നമ്മുടെ സജി ചെറിയാൻ എന്താ പറ്റി? ആകെ കുന്തവും കൊടച്ചക്രവും. എന്താ പ്രശ്നം? കുന്തവും കൊടച്ചക്രം മാത്രമല്ലല്ലോ അതില്. അല്ല ഭരണഘടന അല്ല അതന്നെ, കുന്തവും കൊടച്ചക്രം മാത്രമല്ല. ഈ ഭരണഘടന എന്ന് പറയുന്നത് കൊള്ളയടിക്കാനുള്ള ഒരു സാധനമാണ് എന്നാണ് ശരിക്കും ഈ കുന്തവും കൊടച്ചക്രവും എന്ന് പറയുന്നതിനേക്കാളും പ്രധാനപ്പെട്ടത് ആദ്യത്തെ രണ്ട് വാചകങ്ങളാണ്. ഇനി ഇപ്പോൾ അല്ല, എനിക്കിതിൽ തോന്നിയിട്ടുള്ള ഒരു ഒറ്റ സാധനം, ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ഹൈക്കോടതിയുടെ വേർഡിക്റ്റ് വന്നപ്പോൾ, ബെച്ചു കുര്യൻ തോമസിന്റെ വേർഡിക്റ്റ് വന്നപ്പോൾ, നമ്മുടെ പഴയ കെ ടി തോമസിന്റെ മകനാണ്. അതായത് ആ ഒരു വേർഡിക്റ്റ് വന്നപ്പോൾ ഈ ഇദ്ദേഹം നോക്കൂ, അവിടെയാണ് ഈ പ്രതിപക്ഷത്തിന് ആ കൃത്യമായിട്ടുള്ളൊരു നിലപാടല്ല എടുക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു സാധനമാണ് ഈ മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണം, ധാർമ്മികതയുടെ പ്രശ്നം. അയാൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം രാജിവെച്ചപ്പോൾ ധാർമ്മികതയുടെ പ്രശ്നം ഒന്നും അന്വേഷണത്തിൻ്റെ പ്രശ്നമാണ്. ഇവിടെ ആ ഒരു ഇറ്റ് ഇസ് ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയുന്ന വേറെ ആളെക്കുറിച്ചാണ് ഒരു നേതാവ് പറഞ്ഞത് വെച്ചാലും ഇവിടെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്, ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഹൈക്കോടതിയല്ലേ പറഞ്ഞു? അല്ല, ഹൈക്കോടതി പക്ഷേ പോലീസും മജിസ്ട്രേറ്റ് കോടതി മറ്റേ അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത്, ഇത് കേട്ടിട്ടുള്ള ആർക്കും അറിയാം ഒരു നാഷണൽ എംബ്ലത്തെ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനെയൊക്കെ വളരെയധികം മോശമായിട്ട് കാണിച്ചു എന്നും ആ 1973 ആക്ട് അനുസരിച്ചിട്ട് ഇതിൻ്റെ പുറത്ത് നടപടി എടുക്കാമെന്നുള്ളത് വളരെ കൃത്യമാണ്. എനിക്കെതിരെ നടപടി എടുക്കാനൊന്നും പറ്റില്ല. നമുക്ക് സൗകര്യമുള്ള പോലെ നമ്മൾ ഭരണഘടനയെ കുറിച്ച് പറയും. പക്ഷെ മന്ത്രി അങ്ങനെ പറയാവോ? ഒരു MLA അങ്ങനെ പറയാവോ? അതാണ് പഞ്ചായത്ത് മെമ്പർ, അത് വളരെ കൃത്യമാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ ഈ ഹൈക്കോടതി വിധിയിൽ നിങ്ങൾ കാണേണ്ട ഒരു മറ്റൊരു വശമുണ്ട്, വിച്ച് ഐ ഫീൽ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഇയാൾക്കെതിരായിട്ടുള്ള കേസ് വളരെ എവിഡൻ്റ് ആണ്, വളരെ ക്ലിയർ ആണ്. ആ വീഡിയോ അവിടെ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ കൃത്യമാണ്. ദർ ഈസ് ആക്ഷൻ അഗെയിൻസ്റ്റ് ഹിം, ഇറ്റ് ഈസ് സർട്ടൻ. അതല്ല വിഷയം. ഈ നേരത്തെ കൊടുത്ത പോലീസിൻ്റെ റിപ്പോർട്ട് ശരിയല്ല എന്നും, ഞങ്ങളുടെ നാട്ടിലെ മല്ലപ്പള്ളി പോലീസാണ്, നിങ്ങളുടെ നാട്ടിലെ മല്ലപ്പള്ളി പോലീസ് മിടുക്കന്മാരാണ്, ആ കൊടുത്ത പോലീസിൻ്റെ റിപ്പോർട്ട് ശരിയല്ല എന്നും അത് സ്വീകരിച്ചത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അന്വേഷണം ശരിയായിട്ടില്ല. 35 പേരെ കണ്ടവരെ അതിൽ 5 പേര് വ്യത്യസ്തമായിട്ട് പറഞ്ഞു. ഏരിയ കമ്മിറ്റി 5 പേര് മാറ്റി പറഞ്ഞു. 35 പേര് പറഞ്ഞ എന്താണ്? 30 പേര് പറഞ്ഞത് ഇദ്ദേഹം ഭരണഘടനയെ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു എന്നുള്ളതാണ്. അത് അങ്ങനെ തന്നെ പോലീസ് എഴുതി വെക്കുകയും ചെയ്തു. പ്രതിപക്ഷം ഉന്നയിക്കേണ്ട പ്രശ്നം ഇതിൽ ആഭ്യന്തരമന്ത്രി രാജിവെക്കണം എന്നാണ്. കാരണം പോലീസിനെതിരായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് ഇസ് നോക്കൂ, പോലീസിന് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി വായിക്കൂ. അതായത് രക്ഷാപ്രവർത്തനം നടത്തിയിട്ട് ഉള്ള സാധനത്തിന്റെയും വിധി ഈ ഘട്ടത്തിൽ തന്നെയാണ് വന്നത്. ഇതെല്ലാം കൂടി വരുമ്പോൾ ഇത് ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ഇറ്റ്സ് അഗെയിൻസ്റ്റ് ദ പോലീസ് ഡിപ്പാർട്ട്മെന്റ്. ഹു ഹെഡ്സ് ദ ഹോം മിനിസ്റ്റർ? ഇത് ഒന്നും അറിയുന്നില്ലല്ലോ. നമ്മൾ പണ്ടൊരിക്കൽ പറഞ്ഞ ഒരു സാധനമുണ്ട്, ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിട്ട് പോലും അത് കണ്ടില്ല. 1 കൊല്ലം 18 മാസം കഴിഞ്ഞിട്ടാണ് അന്വേഷണം വെക്കുന്നത്. അല്ല, അന്വേഷണം വെക്കുന്നത് കാണായികൊന്നുമല്ല, അന്വേഷണം വെക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സാധനത്തിൽ ഇങ്ങനെ ഒരു ഇതിൽ പ്രതിപക്ഷം എന്താണെന്ന് ചെയ്യേണ്ടത്? ഇതിൽ സമരം നടത്തേണ്ടത്. കാരണം നോക്കൂ, ഇറ്റ് ഇസ് സജി ചെറിയാനെതിരായിട്ടുള്ളൊരു സാധനം വളരെ കൃത്യമാണ്. അത് ഹി ഹാസ് ബ്ലേറ്റന്റ്ലി dishonored and shown the Indian Constitution. He has brought the thing down. അത് വളരെ വ്യക്തമാണ്. അതിൽ രാജിവെക്കുക. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ രാജിവെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്. ഇനി ഇത്ര കാലം കൂടിയുള്ളൂ. ഇപ്പം തന്നെ പാർട്ടിയുടെ ഒരു നമ്മൾ അറിഞ്ഞിട്ടുള്ളൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയൊരു രാജിവെച്ച് ഇനിയൊരു ഇമേജ്, ഐ ഡോണ്ട് നോ വാട്ട് ദറ്റ് ഇമേജ് ഇസ്. ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് പല ഇമേജും അവർ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വോട്ട് ചെയ്യാൻ പോകുന്നിടത്ത് പോലും, ലോക്സഭയുടെ ഇലക്ഷന് പോലും വോട്ട് ചെയ്യാൻ പോയപ്പോൾ ജനം വളരെ കൃത്യമായിട്ടുള്ളൊരു നിലപാടെടുത്തിരുന്നു. അതിന് മുമ്പത്തെ പ്രാവശ്യം പോട്ടെ, ശബരിമല ഉണ്ടെന്ന് പറയാമായിരുന്നു. ഇത് അതുമല്ല, ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും നിങ്ങൾ നോക്കിക്കോളൂ, ഈ വരുന്ന ബൈ ഇലക്ഷൻ്റെ കാര്യത്തിൽ വന്നപ്പോഴും അത് എന്ത് വിധിയാണെങ്കിലും സർക്കാരിനെതിരായിട്ടാണെന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് പ്രതിപക്ഷം ഉന്നയിക്കേണ്ട ഒരു സംഭവം ഇതാണ്. അയാൾ രാജിവെക്കാത്തത് പാർട്ടിയുടെ
ഇമേജിന്റെ ഇപ്പൊ പാർട്ടിയുടെ ഒരു ഇമേജ് പോകുന്നുള്ളതാണ്. അല്ല, ഒരു പ്രാവശ്യം രാജിവെച്ച് കഴിഞ്ഞാണല്ലോ. ഒരു പ്രാവശ്യം രാജിവെച്ചാണ്. അന്ന് രാജിവെച്ച സമയത്ത് പറഞ്ഞൊരു കാര്യം നമ്മൾ മറക്കരുത്. ഞാനിവിടെ മന്ത്രിയായിട്ടിരിക്കുമ്പോൾ അന്വേഷണം നടന്നു കഴിഞ്ഞാൽ അത് ശരിയായിട്ട് നടന്നേക്കില്ല എന്ന്. മന്ത്രി ആവാതിരുന്നാലും ശരിയായിട്ട് നടക്കില്ല എന്നുള്ളത്. അപ്പോൾ ആരാണ്, എവിടെയാണ് ആ തെറ്റ്? അയാൾ അവിടെ ഇരുന്നുകൊണ്ട് അന്വേഷണത്തിൽ ഒരു മാറ്റവും വരുമായിരുന്നില്ല, ഇതേ അന്വേഷണം തന്നെ ആവുമായിരുന്നു. അപ്പോൾ ആരാ ചെയ്തത്? പോലീസ് ചെയ്തൊരു സാധനമാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം എന്തുകൊണ്ട് റേസ് ചെയ്യുന്നില്ല? ഗവർണർ ഈ പോലീസിനോടും മജിസ്ട്രേറ്റിനോടും കൃത്യമായി ചോദിച്ചു, ഇതത്ര ശരിയായിട്ടുള്ള പരിപാടിയാണോ, ഇയാളെ വീണ്ടും മന്ത്രിയാക്കുന്നത് ശരിയാണോന്ന് സർക്കാരിനോട് ചോദിച്ചു. ഇനി പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് കുഴപ്പമാവും, അതുകൊണ്ട് ഇത് ഇനിയൊരു കുഴപ്പമായി കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് നിങ്ങൾ കരഞ്ഞും പിടിച്ചും വന്നേക്കരുത് എന്ന് അന്ന് നമ്മുടെ ഗവർണർ ഈ ആര്യപ്പൂവതുകാരൻ അന്ന് പറഞ്ഞ. ഇന്നലെ പറഞ്ഞത് നിങ്ങൾ കേട്ടിരുന്നോ? ഇല്ല, ഇന്നലെ പറഞ്ഞത് നോക്കൂ, I don't have to anything to comment at the moment now. If you can give me a return complaint now, I will take action എന്നാണ്. Where somewhere down the line അവിടെയും ഒരു ചെമ്പ് നടക്കുന്നുണ്ട്. കാരണം ഇതൊരു കാറ്റ് ആൻഡ് മൗസ് ഭയങ്കരമായിട്ടുള്ള കളി പല അവസരങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇവിടെ വളരെ, അതായത് ഇതിൽ യാതൊരു ഇതുമില്ലാതെ ഈ ഒരു ഇന്നലത്തെ വിധി ശരിക്ക് ഇയാൾക്കെതിരല്ല, സജി ചെറിയാനെതിരായിട്ടാണെന്നല്ല ഞാൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. സജി ചെറിയാൻ ചോദിക്കുന്നുണ്ട് എന്നെ കേട്ടില്ല എന്ന്. ഏത് തരത്തിലുള്ള അന്വേഷണം വേണമെന്ന് തീരുമാനിക്കുന്ന ഇയാൾക്ക് എന്ത് കാര്യം? അതൊരു വളരെ കൃത്യമായിട്ട് ആ ആർട്ടിക്കിൾ അനുസരിച്ചിട്ടാണ് ഇതിന്റെ മുമ്പോട്ട് പോയിരിക്കുന്നത്. ആ ഒരു ക്ലോസ് വെച്ചിട്ടാണ്. അതിൽ ഇയാൾക്ക് റോളില്ല. അയാൾ പറയുകയും ചെയ്തിരുന്നല്ലോ പണ്ട്, എന്നെ വെറുതെ വിട്ടു, എന്നെ ഈ കോടതി വെറുതെ വിട്ടു, എന്നെ ഈ കോടതി വെറുതെ വിട്ടു, എനിക്ക് പോലീസിന്റെ റിപ്പോർട്ട് വന്നപ്പോഴും എല്ലാം ഇതായിരുന്നു. അതൊക്കെ തെറ്റാണെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പൊ അവിടെ തെറ്റ് എന്ന് പറയുന്ന സാധനം എവിടെ സംഭവിച്ചു? തെറ്റെവിടെ സംഭവിച്ചു? ഒരു വലിയ തെറ്റവിടെ സംഭവിച്ചു. ഈ ഇന്നലത്തെ ഹൈക്കോടതി വിധി വെച്ചിട്ട് ഒരു തെറ്റ്, വേറൊരു വലിയ തെറ്റ് സംഭവിച്ചു. അല്ല, പക്ഷെ അതിനകത്തൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സജി ചെറിയാൻ ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് അല്ലല്ലോ ശരിക്കും പറഞ്ഞാൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഒരു ഭരണഘടന ഉണ്ടല്ലോ. നമ്മളെ ഈ പറയുന്ന ഇദ്ദേഹം പ്രസംഗിച്ച വാചകത്തിലെ ആദ്യത്തെ വാചകമുണ്ട്, ചൂഷകർക്കും മർദ്ദിതർക്കും ഒക്കെ വേണ്ടി ബ്രിട്ടീഷുകാരുണ്ടാക്കിയ സാധനമാണ് ഈ കുന്തവും കുടച്ചക്രവും എന്ന് പാർട്ടിയുടെ ഭരണഘടന, പാർട്ടി തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അതിന് വേറൊരു സാധനം കൂടി പറഞ്ഞല്ലോ, നിങ്ങളൊക്കെ അതിൽ വിഷമം തോന്നേണ്ട സാധനമാണ്, ഓണാട്ടുകാരക്കാരുടെ ഭാഷയാണെന്നുള്ളതാണ്. നോക്കൂ, ഭാഷാപ്രയോഗം അവിടെയാണ് വളരെ വീക്കായിട്ടുള്ള, വളരെ വീക്കായിട്ടുള്ള ആർഗ്യുമെന്റ്സ് ആണ് ഇവിടെ. പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം നിങ്ങൾ നോക്കും, ഇത്ര വളരെ വീക്കായിട്ടുള്ള ആർഗ്യുമെന്റ്സ് ആണ്. ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരൊറ്റ സംഭവം, ഇവിടെ ഈ ഇന്നലത്തെ റിപ്പോർട്ട് ഇറ്റ് ഈസ് എ ബിഗ് ചാർജ് അഗെയിൻസ്റ്റ് ദിസ് ഗവൺമെൻറ് ആൻഡ് ദ വേ ഇറ്റ് ഇസ് ഫങ്ഷൻഡ്. ആ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയത് പോലീസ് ചെയ്തതും ഇതൊക്കെ മജിസ്ട്രേറ്റ് കോടതി ചെയ്തതും ഒക്കെ വലിയൊരു പ്രശ്നമാണ്. മജിസ്ട്രേറ്റ് കോടതിയും ചെയ്തതും ശരിയായിട്ട് ഒട്ടും റിപ്പോർട്ട് അനുസരിച്ചിട്ട് മജിസ്ട്രേറ്റ് കോടതി ചെയ്യാൻ പാടുള്ളൂ. എന്നാലും ഭരണഘടനയല്ലേ ഭരണഘടന. ആൻഡ് അതുമല്ല, എന്നിട്ട് ഇത് പറയുന്ന അതിൽ വേറൊരു വലിയ തകരാറ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം, ഈ ഭരണഘടനയിലെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ നിൽക്കുന്നത് എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്ന. സത്യപ്രതിജ്ഞ പോട്ടെ, പൊളിറ്റിക്കൽ സ്റ്റാൻഡ് നിങ്ങൾ നോക്കൂ. ഇതിൽ ഞാൻ പറയുന്നത് പാർട്ടി സ്റ്റാൻഡ്, ഇവർ എടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇവരെന്താ ചെയ്തിരുന്നത് ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലൊക്കെ? കാരണം വേറെ ഭാഗത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് 400 സീറ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ മാറ്റുന്നു. ഈ മറ്റേ സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട് തൊട്ട് പല സാധനങ്ങൾ വെച്ചിട്ട് ഇവർ ഇന്ത്യ മുന്നണിയിലെ കൂടെ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇത് ചെയ്തിരുന്നത്. ആ ഭരണഘടനയാണ് ശരിയല്ല എന്ന് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. ആ ഭരണഘടന അനുസരിച്ചാണ് സ്വയർ ചെയ്തിരിക്കുന്നത്. എന്തത് മനുഷ്യരെ പറ്റിക്കുക, എന്നിട്ട് അയാൾ രാജിവെക്കേണ്ട എന്ന് പറയുക. പാർട്ടി അതിനെക്കുറിച്ച് അതിൻ്റെ നിയമവശങ്ങൾ ഒക്കെ ആലോചിക്കുന്നു. ഇനിയിപ്പോൾ
അടുത്തൊരു പെറ്റീഷൻ കൊടുക്കും. ഇതിപ്പോ അല്ലെ എം കെ ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ ആലോചിച്ചേനെ. ഇപ്പൊ ഇതിപ്പോ അതാണ് ഇതിപ്പോ ഇവർക്ക് അഡ്വൈസ് കൊടുക്കാൻ പോലും ആരും ഇല്ലേ സത്യത്തിൽ? അഡ്വൈസ് കൊടുക്കുന്നേക്കാട്ടിലുപരി ഈ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു നല്ല കാര്യങ്ങൾ വക്കീലന്മാരിപ്പോ ഇല്ലേ? വക്കീലന്മാരില്ലായികയല്ല, ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. നോക്കൂ, ജനങ്ങൾക്ക് ഇതൊക്കെ കുറെ കാലം കേട്ട് കഴിഞ്ഞാൽ പിന്നെ ദേ ആർ ഇൻഡിഫറൻറ്റ് ടു തിങ്സ്. ഒരു ഇൻസുലേറ്റഡ് പോലെ ആയിട്ട് ഇതിനെയൊക്കെ ഇതാവും. ആ സമയത്ത് ഞങ്ങളുടെ പദ്ധതികളായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. ഒരു വളരെ വൃത്തികെട്ട ഒരു സ്ഥിതിയാണ് ശരിക്ക്. റജി, നമ്മളൊക്കെ ചെയ്യേണ്ടത് ഈ പ്രതിപക്ഷ അടിച്ച് പഴിപ്പിച്ചെടുക്കാണോ ജനങ്ങളെ? കുറച്ച് കഴിയുമ്പോ നമ്മൾ അങ്ങ് തീക്കാത്തിരുന്ന് അങ്ങ് പഴുത്തങ്ങ് റെഡി ആയിക്കോട്ടെ. ഇതൊന്നൊരു വിഷയമല്ല, നമ്മൾ കോടാലിയാവും, പിച്ചാത്തിയാവും. കാരണം നമ്മളെ ഓരോരുത്തരും ഈ സജി ചെറിയാൻ തന്നെ 2018 പ്രളയം വന്നപ്പോൾ ആദ്യം വിളിച്ചു പറഞ്ഞ് നിലവിളിച്ച കാര്യമൊന്നും നമ്മൾ നെഞ്ചത്തടിച്ച് നമ്മളിതൊന്നും മറന്നിട്ടില്ല. നമ്മൾ തൽക്കാലം നിങ്ങൾ അതൊന്നും ഓർക്കണ്ട, നിങ്ങൾ ഇതൊക്കെ മറക്കൂ. ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. പണ്ട് ഞങ്ങൾ ചെയ്തതോ അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തൊന്നും വിട്ടുകള എന്ന് പറയുന്നതാണ്. അപ്പൊ നമുക്ക് തൽക്കാലം വിട്ടുകളയാം, ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം. പക്ഷെ ഇതില് ഒരു സാധനം ഉള്ളത്, ഇന്നലത്തെ റിപ്പോർട്ടിന്റെ കോടതി വിധി, ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ സാധനം കൂടിയുള്ളത്. ഈ ഭരണഘടന ഈ BJP ഗവൺമെന്റ് അധികാരത്തിൽ അവിടെ വരുന്നിട്ട് അവരിതിലൊക്കെ മാറ്റി അല്ല, ഇത് കേൾക്കൂ. അത് ഞങ്ങൾക്ക് 400 സീറ്റ് കിട്ടിയാൽ കിട്ടുന്ന അവര് BJP നേതാവ് പറഞ്ഞു. നിങ്ങൾ അങ്ങനെ പറയരുത്, കാരണം അവരുടേതായിട്ടുള്ള ഒരു അജണ്ട വേറെ ഉണ്ടായിരിക്കും, അത് അവരുണ്ടായിരിക്കും. പക്ഷെ ആ ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കൂട്ടരാണെന്നത്. ആ സമരം ചെയ്യുന്നവരാണ് പറയുന്നത് ഇയാൾ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നാട്ടുകാര എന്ന് പറയുന്നത് നിങ്ങൾ അതിനെ ലഘൂകരിക്കുന്നു. പണ്ട് വേറൊരാള് കുന്നംകുട ചക്രവും ഒക്കെ ആയിട്ട് നിങ്ങൾ ഇതില് പ്രതിപക്ഷം അത് പിന്നെ പറഞ്ഞിട്ട് പിന്നെ വീണ്ടും നമ്മൾ അതിലേക്ക് കഴിഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇതിലൊരു വളരെ ഡാമേജിങ് ആയിട്ടുള്ള, വളരെ ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് വന്നിട്ടുള്ളത് എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ അതാണ്. പിന്നെ ഇതിലൊരു പൊളിറ്റിക്കൽ ഇഷ്യൂവും കൂടിയിട്ട്. Where do you stand? How do you fight to safeguard this constitution? The very same constitution. എന്തായാലും നമ്മുടെ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ഈ വിധി മോൾ കോടതിയിലേക്ക് എന്തായാലും പോകുന്നുള്ള ഉറപ്പാണ്. അവിടെ നമ്മൾ ഇഷ്ടം പോലെ പോയിക്കൊണ്ടിരിക്കുന്ന കേസുകൾ അറിയാം. അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കുന്ന അറിയില്ല, നമുക്ക് നോക്കാം അല്ലേ? അപ്പോ ഓക്കെ, റൈറ്റ്, താങ്ക് യു.